ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് അന്തകാനൊരു ബീച്ചിലാണ്. നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ചേർത്തല താലൂക്കിൽ പട്ടണക്കാട് പഞ്ചായത്തിൽ പട്ടണക്കാട് നിന്ന് 4 കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു തീരദേശ ഗ്രാമമാണ് അന്തകാനൊരു. മീൻപിടുത്തത്തിന് ശേഷം ഇവിടെയാണ് വള്ളങ്ങൾ കൊണ്ടുവന്നിടാറുള്ളത്. ഈ വെള്ളത്തിൽ കാണുന്ന പടികൾ മീൻപിടുത്തം കഴിഞ്ഞ് എത്തുന്ന വള്ളത്തിൽ നിന്ന് കയറാനും മത്സ്യങ്ങൾ ഇറക്കി വെക്കാനുമുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ കാട് പിടിച്ച അവസ്ഥയായിരിക്കുന്നു. ഷട്ടറുകൾ ഉള്ള 2 പാലങ്ങൾ വടക്കും തെക്കുമായി നിർമ്മിച്ചിട്ടുണ്ട്. ഇത് വളരെ പഴക്കം ചെന്നതിനാൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പുതിയ ഓരോ പാലങ്ങൾ 2 കരകളിലും നിർമ്മിച്ചിട്ടുണ്ട്. അമിതമായ മഴയിൽ പാടശേഖരങ്ങളിൽ വെള്ളം കയറുന്നത് തടയാൻ ഈ ഷട്ടറുകൾ ഉയർത്തിയാണ് വെള്ളം കടലിലേക്ക് ഒഴുക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. രാത്രിയിൽ നാവികരെ നയിക്കുന്ന ഒരു സിഗ്നൽ ടവർ പോലെ നിലകൊള്ളുന്നു. ഇപ്പോൾ ഈ ലൈറ്റ് ഹൗസിലേക്ക് കയറാൻ ആർക്കും അനുവാദമില്ല. കേടുപാടുകൾ ഉള്ളതുകൊണ്ടോ പഴക്കം ചെന്നതുകൊണ്ടോ ആയിരിക്കാം. ഈ പാലത്തിൽ നിന്ന് ബീച്ചിലേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണിത്. ബീച്ചിലേക്ക് കയറുമ്പോൾ വലതുഭാഗത്തായിട്ട് ഒരു കെട്ടിടവും പിന്നെ ഒരു വള്ളവും ഇവിടെ കാണാം. നമ്മൾ നേരത്തെ കണ്ട വള്ളത്തിൽ നിന്ന് ഇറങ്ങാനും മത്സ്യങ്ങൾ ഇറക്കിക്കൊണ്ട് പോരുവാനും ഉള്ള നടപ്പാതയുടെ ബാക്കി ഭാഗമാണ് ഈ കാണുന്നത്. മുഴുവൻ കാട് പിടിച്ചു. കേടുപാടുകൾ സംഭവിച്ചതോ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനോ ആയി കരയിൽ കയറ്റി വച്ചിരിക്കുന്ന ചില വള്ളങ്ങൾ ഈ പരിസരത്ത് കാണാം. വൈകിട്ട് 7 വരെ തീരദേശ പോലീസിന്റെ സേവനവും ഇവിടെ ലഭ്യമാണ്. അവർക്കായി ഔട്ട് പോസ്റ്റ് ഇവിടെയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ലേല ഹാളുകൾ ഇവിടെയുണ്ട്. കൃത്യമായ പരിപാലനം ഇല്ലാത്തതിനാൽ അവയൊക്കെ നശിച്ചു തുടങ്ങിയിരിക്കുന്നു. കടലും കായലും ഒന്നിച്ചു ചേരുന്ന ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ 8 അടിയോളം ഉയരമുള്ള ഒരു നടപ്പാതയുണ്ട്. ഇതിലൂടെ നടന്ന് ബീച്ച് കാണാൻ നിർമ്മിച്ചതാണ്. ഇവിടെ കുറച്ച് ചെറിയ കടകൾ ഉണ്ട്. ഇടദിവസം ആയതുകൊണ്ടായിരിക്കാം ഇന്നൊന്നും തുറന്നിട്ടില്ല. ഒഴിവ് ദിവസങ്ങളിൽ 100-ലധികം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. 2004 ഡിസംബർ 26 ഉണ്ടായ സുനാമിയിൽ ഇവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ചിലരുടെ ജീവൻ വരെ നഷ്ടമായി. ഇവിടെ കാഴ്ചകൾ കണ്ടിരിക്കാൻ ഇരിപ്പിടങ്ങളും ഇവയ്ക്കിടയിൽ 4 തൂണിൽ തീർത്ത കമാനവും സുരക്ഷയൊരുക്കാൻ സ്റ്റീൽ പൈപ്പിന്റെ വേലിയും ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ പലയിടത്തുമില്ല.
ഈ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ കടലും അസ്തമയവും അടുത്ത് കാണാം. ഇവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങളും മത്സ്യത്തൊഴിലാണ് ചെയ്യുന്നത്. തീരത്തേക്ക് തിരയടിച്ച് കയറാതിരിക്കാൻ നിരത്തിയിരുന്ന കല്ലുകളൊക്കെ ഇപ്പോൾ മണ്ണിനടിയിലാണ്. ഇത് കടന്നു വേണം കടലിലേക്ക് ഇറങ്ങാൻ. ഈ കാണുന്ന ഗ്രൗണ്ടാണ് സഞ്ചാരികൾക്കായുള്ള പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഇത്രയൊക്കെയാണ് അന്ധകാർനഴി ബീച്ചിലെ കാഴ്ചകൾ. ഇനി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.